എൻ്റെ പേര് വികാസ്, വീട്ടിൽ വിക്കി എന്നാണ് വിളിക്കാറ്. ഞാനിവിടെ പറയാൻ പോകുന്ന കഥ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുണ്ടായ ചില കാര്യങ്ങളാണ്. ആ സമയത്ത് ഞാൻ നല്ലവനായ ഉണ്ണി ആയിരുന്നെങ്കിലും ചില കുരുത്തക്കേടൊക്കെ കാട്ടിയിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ പാളിപ്പോയെങ്കിലും മറ്റ് ചിലതൊക്കെ സുഖമുള്ള അനുഭവമായിരുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അച്ഛന് മുംബൈയിൽ ഒരു കമ്പനിയിൽ ജോലി ശരിയായത്. നാട്ടിൽ തന്നെ നിൽക്കാനാണ് താല്പര്യമെങ്കിലും ഇത്രയും സുന്ദരിയായ ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ ആഗ്രഹമില്ലായിരുന്നുവെങ്കിലും മുംബൈയിലെ കമ്പനിയിൽ മെച്ചപ്പെട്ട സാലറി ആയിരുന്നതിനാലും ഫുഡും താമസവുമൊക്കെ ഫ്രീ ആയിരുന്നതിനാലും അച്ഛൻ അങ്ങോട്ടേക്ക് പോയി. ഞങ്ങൾക്കും അങ്ങോട്ട് മാറി താമസിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അമ്മ കോളേജിലെ ടീച്ചറാണ്, +1 പഠിപ്പിക്കുന്നത്. അമ്മയുടെ പേര് തരുണിമ, വെളുത്ത് സുന്ദരിയാണ്. പിന്നെ ആള് ഇച്ചിരി പിശുക്കിയാണ് എന്ന കാര്യമൊഴിച്ചാൽ ബാക്കിയെല്ലാം കൊള്ളാം. അമ്മ പഠിപ്പിക്കുന്നത് എൻ്റെ കോളേജിലല്ലാട്ടോ, വേറെ ഇടത്താണ്. പക്ഷേ ഞങ്ങൾ എന്നും ഒന്നിച്ചാണ് ഇറങ്ങുക. അമ്മ പിശുക്കിയാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ, അതുകൊണ്ട് കാറോ ഒരു സ്കൂട്ടറോ പോലും വാങ്ങിയില്ല. എന്നും കോളേജിലേക്ക് പോകുന്നത് ബസ്സിലാണ്. അമ്മ വേറെ ബസ്സിൽ, ഞാൻ വേറെ ബസ്സിൽ. വീടം പൂട്ടി ഞങ്ങൾ ഇറങ്ങുമ്പോൾ വീടിൻ്റെ താക്കോൽ അടുത്ത വീട്ടിൽ ഏൽപ്പിക്കും. അടുത്ത വീട്ടിലെ ആയിഷ താത്ത ഞങ്ങളുമായി നല്ല കമ്പനിയാണ്. അങ്ങനെ ഇരിക്കെ കോളേജിലെത്തിയാൽ പിന്നെ ഞാൻ ആദ്യം നോക്കുന്നത് ആരോമലിനെയാണ്. അവൻ ക്ലാസ്സിലില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബോറടിയാണ്. ആദ്യമൊന്നും എനിക്ക് അവനെ ഇഷ്ടമേ അല്ലായിരുന്നു. പിന്നെ അവൻ ഓരോ അനുഭവ കഥകൾ പറയുമ്പോൾ എനിക്കും ഒരു ആകർഷണം തോന്നി. അവൻ്റെ വീട്ടിൽ മുൻപുണ്ടായിരുന്ന വേലക്കാരി മുതൽ പുതിയ 2 കാമുകിമാർ വരെ എത്തി അവൻ്റെ കഥകളിൽ. ആള് ഇച്ചിരി ഉഴപ്പനാണെങ്കിലും അവൻ കൊള്ളാം. ആ സമയം ഞാനും പല കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാനും അമ്മയും പതിവ് പോലെ കോളേജിലേക്ക് പുറപ്പെടാനായി ഒരുങ്ങുമ്പോൾ ഞാൻ, അമ്മേ, നമുക്ക് ഇവിടെ ഒരു വേലക്കാരിയെ വെച്ചോടെ? അമ്മ, അതെന്തിനാടാ? ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നിനക്ക് മടുത്തോ? ഞാൻ, അയ്യോ അതല്ല അമ്മേ, ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് തന്നെ വരാറുണ്ടല്ലോ. അപ്പോൾ ഒരു വേലക്കാരി ഉണ്ടെങ്കിൽ നല്ല ചൂടോടെ ചോറും കറിയുമൊക്കെ കഴിക്കാമല്ലോ. അമ്മ, ആഹാ, അങ്ങനെ നീ ഇപ്പോൾ ചൂടോടെ കഴിക്കേണ്ട, ഉള്ളത് കഴിച്ചാൽ മതി. ഞാൻ, എന്താ അമ്മ ഇങ്ങനെ പിശുക്കല്ലേ അമ്മേ? അമ്മയ്ക്കും നല്ലതല്ലേ ഒരു വേലക്കാരി ഉണ്ടാവുന്നത്? അമ്മയ്ക്ക് ഇങ്ങനെ എന്നും അതിരാവിലെ തന്നെ എണീറ്റ് രാവിലത്തെയും ഉച്ചയ്ക്കത്തെയും ഫുഡ് ഒരുമിച്ച് ഉണ്ടാക്കി വെക്കണ്ടല്ലോ. അമ്മ, ഓ പിന്നെ നീ ഒന്ന് പോയേ, വേഗം കോളേജിൽ പോകാൻ നോക്ക്. അങ്ങനെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മ സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല. ആരോമൽ എല്ലാ കാര്യങ്ങളും പഠിച്ചത് വേലക്കാരിൽ നിന്നാണ്. പിന്നെ ഇപ്പോൾ അത് കാമുകിമാർ വരെ എത്തി നിൽക്കുന്നു. എൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് പുറത്തുള്ള പെണ്ണുങ്ങളോടൊക്കെ മിണ്ടാൻ ഒരു തരം മടിയാണ്. വായ്നോട്ടമുണ്ട്, പക്ഷേ മിണ്ടാൻ നാണം. അതുമാത്രമല്ല, എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നേക്കാൾ പ്രായം കൂടിയവരോടാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുള്ളതായി തോന്നാറുണ്ട്. പിന്നെ അവരുടെ സംസാരം, സ്നേഹം, പക്വത, അറിവ് എല്ലാം ഇവർക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ആരാധന പോലെയാണ്. അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോയി. അങ്ങനെ ഒരു സെക്കൻഡ് സാറ്റർഡേ ദിവസം, എനിക്ക് അന്ന് കോളേജ് ലീവായിരുന്നു. പക്ഷേ അമ്മയുടെ കോളേജിന് ലീവ് ഉണ്ടായിരുന്നില്ല. അമ്മ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച ശേഷം തിരക്കിട്ട് ഒരുങ്ങുന്നു. ഞാനാണെങ്കിൽ ഹാളിലിരുന്ന് TV-യിൽ ഹിന്ദി സോങ്സ് കാണുന്നു. പെട്ടെന്ന് കറണ്ട് പോയി. കറണ്ട് പോകാൻ കണ്ട നേരം ഞാൻ പിറുപിറുത്തുകൊണ്ട് മുറിയിലേക്ക് ചെന്നു. അപ്പോൾ അമ്മ ഒരുങ്ങുകയാണ്. മഞ്ഞ നിറത്തിലുള്ള സാരി, പിന്നെ ഇച്ചിരി മേക്കപ്പും ഇട്ടിട്ടുണ്ട്. കണ്ണാടി നോക്കി 2 കൈയും പൊക്കി മുടി റെഡിയാക്കി വെക്കുകയാണ്. കറണ്ട് പോയല്ലേ? അമ്മയുടെ ചോദ്യം. പോയി അമ്മേ,
അതും പറഞ്ഞ് ഞാൻ അവിടെ നിന്നും പരുങ്ങി. അത് അമ്മ ശ്രദ്ധിക്കുകയും ചെയ്തു. അമ്മ എന്താടാ? ഞാൻ ഒന്നുമില്ല. അമ്മ ഒന്നുമില്ലാതെ പിന്നെ നീ പറ, എന്താ കാര്യം? അത് അമ്മേ, ഞാനത് പറഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരും. അത് കേട്ട് അമ്മ സംശയത്തോടെ എന്നെ നോക്കി. ദേഷ്യമൊന്നും വരില്ല, എന്താണെങ്കിലും നീ ചോദിക്ക്. അമ്മ എന്നെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ പറഞ്ഞു. അത് അമ്മേ, ഞാൻ അന്ന് പറഞ്ഞ കാര്യം. അമ്മ ഏത് കാര്യമാ? ഞാൻ വേലക്കാരെ വെക്കുന്ന കാര്യം ഞാൻ ഒരു പരിങ്ങളോടെ പറഞ്ഞു. അമ്മ ആഹാ, അതാണോ ആ കാര്യം? നീ ഒരു കാര്യം ചെയ്, ഞാൻ വേലക്കാരിയാണെന്ന് നീ അങ്ങ് സങ്കല്പിച്ചു. അതും പറഞ്ഞ് അമ്മ ആക്കിയ ചിരിച്ചു. ഞാൻ നല്ല പൊളിച്ച തമാശ. അങ്ങനെ കുറച്ചു നേരം മൗനമായി നിന്നു. ഞാൻ അമ്മയെ ശ്രദ്ധിച്ചു. കൊള്ളാലോ എന്ന് തോന്നി. അമ്മ സുന്ദരിയാട്ടോ, പ്രത്യേകിച്ചും ഈ കളർ സാരിയിൽ. അമ്മ പുകയത്തിക്കോ. ഞാൻ പുകയത്തിയതൊന്നുമല്ല അമ്മേ, ഞാൻ പറഞ്ഞത് സത്യമാ. അമ്മ ശരി, നീ ആ ബാഗിങ് എടുത്തേ. അമ്മ ബെഡിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു. ഞാൻ ആ ബാഗ് എടുത്തു. അത് തുറന്ന് കിടക്കുമായിരുന്നു. ഞാൻ വെറുതെ അകത്തേക്ക് നോക്കി. അതിൽ മൊബൈൽ ഫോണും പിന്നെ ലിപ്സ്റ്റിക്കും. ആഹാ, അമ്മയുടെ കയ്യിൽ ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് ഇതുവരെ ഇട്ട് കണ്ടില്ലല്ലോ. അമ്മ എടാ, അത് ഞാൻ വല്ലപ്പോഴുമേ ഇടാറുള്ളൂ. സത്യത്തിൽ ഇപ്പോൾ തീരെ ഇടാറില്ല. അതും ഇട്ടുകൊണ്ട് പോകുമ്പോൾ പലരും വല്ലാത്ത നോട്ടമാണെന്നേ, പിന്നെ ക്ലാസ്സിലെ പിള്ളേരും. അതോടെ അത് ഇടുന്നത് തൽക്കാലം നിർത്തിയിരിക്കുക. അത് കേട്ടപ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചു. അമ്മേ, അത് വേറൊന്നും കൊണ്ടല്ല, കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ടാ. ഇതൊക്കെ ഇട്ടാൽ നല്ല ചേർച്ചയാ. ഞാൻ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മ ശരി. എന്തായാലും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മയ്ക്ക് നല്ലോണം സന്തോഷമായിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. മാത്രമല്ല, ആ സമയത്തെ അമ്മയുടെ മുഖത്തെ എക്സ്പ്രഷൻ കാണാനും നല്ല ക്യൂട്ടായിരുന്നു. അങ്ങനെ അമ്മ കോളേജിലേക്ക് പോകാനിറങ്ങിയതും ഞാൻ പറഞ്ഞു, രാജകുമാരിയെ പോലെ ഉണ്ട്. ഇനിയിപ്പോൾ വഴിയിൽ വെച്ച് ഏതെങ്കിലും രാജകുമാരൻ റോസാപ്പൂവും കൊണ്ട് വരുമോ ആവോ? അമ്മ പിന്നെ ഇങ്ങ് വരട്ടെ ആരെങ്കിലും, ഞാൻ ഓടിച്ചു വിടും. അമ്മ ദേഷ്യഭാവം നടിച്ച് അങ്ങനെ പറഞ്ഞെങ്കിലും ആ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തത് ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് ചിരി വന്നു. അങ്ങനെ അമ്മ പോയി. ഞാൻ വീട്ടിലൊറ്റയ്ക്കായി. കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഞാൻ മാത്രം വീട്ടിൽ ഒറ്റയ്ക്കാവുന്നത്. ഇനിയിപ്പോൾ അമ്മ വരാൻ വൈകുന്നേരമാവുമല്ലോ, അതുവരെ ബോറടിയാവും ഞാൻ ചിന്തിച്ചു. ഞാൻ ഹാളിൽ ചെന്ന് TV ഓൺ ചെയ്തു. ഹിന്ദി സോങ്സ് കാണാൻ തുടങ്ങി. പെട്ടെന്നാണ് എൻ്റെ ഫോൺ ബെല്ലടിച്ചത്. ഞാൻ എടുത്തു നോക്കി. എനിക്ക് സന്തോഷമായി. അത് ആരോമലായിരുന്നു. ആരോമൽ, ഡാ എന്തെടുക്കുവാടാ? ഞാൻ TV കാണുക, നല്ല ഹിന്ദി സോങ്സ്. നീയോ? ആരോമൽ, ഞാനിപ്പോൾ ഒരു ചേച്ചിയെ കാത്തു നിൽക്കുക. ഏത് ചേച്ചി? ആരോമൽ, എടാ, ഞാനന്ന് പറഞ്ഞില്ലായിരുന്നോ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടിനെ പറ്റി? ഇന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ഞാനിപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ ഇങ്ങോട്ട് മാറി നിൽപ്പാൻ. ചേച്ചി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അസൂയ തോന്നി. എടാ, നീയൊക്കെ എങ്ങനെയാടാ ഇത്ര പെട്ടെന്ന് ഓരോന്നൊപ്പിക്കുന്നേ? ആരോമൽ, എടാ, അതൊക്കെ ഈസിയല്ലേ. നീ ആദ്യം ആരോടെങ്കിലും ഒന്ന് സംസാരിക്ക്, പിന്നെ എല്ലാം ഈസിയാണ്. ദേ ആ ചേച്ചി വരുന്നുണ്ട്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാട്ടോ. ഓക്കേടാ, ശരി. അങ്ങനെ അവൻ ഫോൺ വെച്ചു. എന്നാലും അവൻ്റെയൊക്കെ ഒരു സമയം. അതൊക്കെ ചിന്തിച്ചും TV കണ്ടും സമയം പോയതറിഞ്ഞില്ല. പിന്നെ ഉച്ചയായപ്പോൾ കോളിംഗ് ബെൽ ശബ്ദം കേട്ടു. കതക് തുറന്നു നോക്കിയപ്പോൾ അമ്മയായിരുന്നു. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ആഹാ, ഇന്ന് ഉച്ചവരെയാണല്ലേ? അമ്മ, അതേടാ. അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് കയറി. അപ്പോൾ അമ്മയുടെ മുഖത്ത് ഒരു ചിരി ഞാൻ ശ്രദ്ധിച്ചു. എന്താ അമ്മേ ഒരു ചിരിയൊക്കെ? ആരെങ്കിലും പ്രപ്പോസ് ചെയ്തോ ആവോ?
ഞാൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മ പോടാ വിടുന്ന്. ഹാ ഡാ, പിന്നെ നീ രാവിലെ പറഞ്ഞ കാര്യം ശരിയാട്ടോ. ഞാൻ ഏത് കാര്യമാ അമ്മേ? അമ്മ നീ പറഞ്ഞില്ലേ ഭംഗി കണ്ടാണ് നോക്കുന്നതെന്ന്. അത് ശരിയാട്ടോ. ഞാനിന്ന് പലരുടെയും നോട്ടം ശ്രദ്ധിച്ചു. അതും പറഞ്ഞ് അമ്മ സന്തോഷത്തോടെ ചിരിച്ചു. ഞാൻ ആഹാ, ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് അത് മനസ്സിലായല്ലോ. അമ്മ നീ ഫുഡ് കഴിച്ചോ? ഞാൻ ഇല്ലമ്മേ, രാവിലത്തെ പുട്ടും കടലയുമല്ലേ, മടുത്തു. അമ്മ ഇപ്പോൾ അതും വേണ്ടാതായോ നിനക്ക്? ഞാൻ നമുക്ക് ചിക്കൻ ബിരിയാണി വെച്ചാലോ അമ്മേ? അമ്മ ചിക്കൻ ബിരിയാണിയോ? അതൊന്നും വേണ്ട, ചിക്കനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. ഞാൻ ഒന്ന് പോവാമേ, ഈ അമ്മയുടെ ഒരു പിശുക്ക്. അമ്മ ആ, നിനക്ക് ചിക്കൻ ബിരിയാണിയല്ലേ വേണ്ടത്? നമുക്ക് ശരിയാക്കാം. പക്ഷേ ഇപ്പോഴല്ല. അടുത്ത മാസം 12-ാം തീയതി നിൻ്റെ ബർത്ത്ഡേ ആണ്, ഓർമ്മയുണ്ടോ? അപ്പോൾ വെക്കാട്ടോ ബിരിയാണി. ആ, ബർത്ത്ഡേ എങ്കിൽ ബർത്ത്ഡേ, ഞാൻ അല്പം നിരാശയോടെ പറഞ്ഞു. ഞാൻ കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അമ്മ കുളിമുറിയിൽ കയറി. ഞാനപ്പോൾ ടി വിയും കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ അടുക്കളയിൽ ചെന്നു. അമ്മ അപ്പോൾ നിനക്ക് പുട്ട് വേണ്ടേ? എങ്കിൽ ചോറ് വെച്ച് തരട്ടെ? ഞാൻ ചോറ് വെച്ചോ? ഞാൻ ഹാളിൽ നിന്നും ഉറക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ കറി എന്താ കൂട്ടുക? കടലക്കറി കൂട്ടി തട്ടാം. എന്തായാലും പുട്ടിൽ നിന്നും ഒഴിഞ്ഞല്ലോ, ഞാൻ ചിന്തിച്ചു. പെട്ടെന്ന് പുറത്തു നിന്നും കപ്പ, കിഴങ്ങ് എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ ജനാലയിൽ കൂടി നോക്കിയപ്പോൾ മഷൂദ് ഖാൻ ഉന്തുവണ്ടിയിൽ കപ്പയും കൊണ്ട് വന്നിരിക്കുന്നു. ആഹാ, കപ്പയാണല്ലോ ഇന്ന്. സാധാരണ പച്ചക്കറിയാണ് ഇങ്ങേര് കൊണ്ടുവരാറ്. കപ്പ കൊള്ളാം, ഞാൻ മനസ്സിൽ പറഞ്ഞു. അമ്മേ, ഇതേ കപ്പ കൊണ്ടുവന്നിരിക്കുന്നു, വാങ്ങിയാലോ? ചോറിൻ്റെ കൂടെ കറി വെക്കാം. ഞാൻ അടുക്കളയിൽ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആണോ? ഞാൻ ദേ വരുന്നു എന്നും പറഞ്ഞ് അമ്മ സിറ്റ് ഔട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഞാൻ ജനാലയിൽ കൂടി നോക്കി. അമ്മയെ കണ്ടതും മഷൂദ് ഖാൻ ചിരിച്ചുകൊണ്ട് നോക്കി. അയാളുടെ ചിരിക്ക് എന്താ ഒരു തെളിച്ചം, ഞാൻ ചിന്തിച്ചു. അമ്മ ഇക്ക, കപ്പയ്ക്ക് എത്രയാ? മഷൂദ് ഖാൻ ഓ, 1 കിലോ 10 രൂപയേ ഉള്ളൂ. അമ്മ ആണോ? എന്നാൽ പിന്നെ ഒരു 2 കിലോ എടുത്തോ. അതും പറഞ്ഞ് അമ്മ അങ്ങോട്ടേക്ക് ചെന്നു. മഷൂദ് ഖാൻ എന്താ ടീച്ചറെ, ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ഇന്ന് നിങ്ങളെ കാണാൻ ഒരു പ്രത്യേക മൊഞ്ചുണ്ടല്ലോ. മഷൂദ് ഖാൻ അങ്ങനെ പറഞ്ഞതും അവിടെ കപ്പ വാങ്ങാൻ കൂടി നിന്നിരുന്ന ഞങ്ങളുടെ പരദൂഷണക്കാരായ ചില അയൽവാസികൾ അമ്മയെയും അയാളെയും പുച്ഛഭാവത്തോടെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇവർക്കൊക്കെ ഇപ്പോഴും അസൂയ തന്നെയാണല്ലോ, കഷ്ടം. ഞാൻ ജനാലിൽ കൂടി നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു. എന്തായാലും അപ്പോൾ അമ്മയുടെ മുഖത്ത് ചിരിയും സന്തോഷവും കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി. പെട്ടെന്നാണ് അവർക്കിടയിൽ നിന്നും അസൂയമൂത്ത് സഹിക്കാൻ വയ്യാതെ ഒരാൾ ഇടയിൽ കയറിയത്. റീത്ത ആൻറ്റി. അതെന്താ മഷൂദേ, അവൾക്ക് മാത്രമേ സൗന്ദര്യമുള്ളോ? ഞങ്ങൾക്കും സൗന്ദര്യമില്ലേ? അവർ അങ്ങനെ ചോദിച്ചത് എല്ലാവരും കൂട്ടമായി ചിരിച്ചു. അമ്മയും ചെറുതായി ഒന്ന് ചിരിച്ചു കാണിച്ചു. പെട്ടെന്ന് അമ്മ പറഞ്ഞു, ഇക്ക ഒന്ന് പെട്ടെന്ന് എടുത്തു തരാമോ? അടുക്കളയിൽ പണിയുണ്ട് കേട്ടോ. അമ്മ അങ്ങനെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. അമ്മയ്ക്കറിയാം, പരദൂഷണക്കാരായ അയൽവാസികൾ കൊത്തി പുറത്തിൽ കയറി കൊത്തും എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും പരിഹാസത്തോടെ പറയുമെന്നും പിന്നെ അതോർത്ത് വിഷമിക്കേണ്ടി വരുമെന്നൊക്കെ. ഇനി നമ്മൾ പ്രതികരിക്കാൻ പോയാലും പ്രശ്നമാണ്. പിന്നെ നമ്മൾ മോശക്കാരാകും, അവർ നല്ലവരുമാകും. അതാണ് ഇത്തരം ആളുകളുടെ മിടുക്കം. മഷൂദ് ഖാൻ ഇതാ ടീച്ചറെ, കുറച്ച് അധികം വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ ശരിക്ക, താങ്ക്സ് എന്നും പറഞ്ഞ് കാശും കൊടുത്ത് അമ്മ വേഗം വീട്ടിലോട്ട് നടന്നു. അപ്പോൾ അവിടെ കൂടി നിന്ന പെണ്ണുങ്ങൾ അമ്മയെയും മഷൂദയെയും നോക്കിയിട്ട് അതെന്താ ഞങ്ങൾക്ക് അധികം വെച്ചില്ലല്ലോ മഷൂദെ എന്നൊക്കെ ചോദിച്ച് വഷളാക്കുന്നുണ്ട്. അമ്മ അതൊന്നും ശ്രദ്ധിക്കാതെ വീട്ടിലോട്ട് വന്നു.